വെണ്ടയ്ക്ക വെച്ചിട്ട് ഇങ്ങനൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു തവണ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കുക. അത്രയ്ക്ക് ടേസ്റ്റ് ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈ കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കറുമുറാന്ന് കഴിച്ചുകൊണ്ടിരിക്കാനും സൂപ്പറാണേ. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പാത്രം കാലിയാവുന്ന വഴി അറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് ക്രിസ്പിയാണ് ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈ. അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ. അതിലേക്ക് 2 സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം, ഒരു 1.5 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ ചേർക്കാൻ വിട്ടുപോയൊരു ഐറ്റം ഉണ്ട്, അത് ഗരം മസാല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഗരം മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. പിന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ വെണ്ടയ്ക്കയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം കേട്ടോ. ഇനി ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട, അപ്പം തന്നെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണേ. അപ്പോൾ നല്ല പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെയും അവരത് ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ കണ്ടോ. കയ്യിലെടുക്കുമ്പോൾ തന്നെ അത് ഒടിഞ്ഞു പോകുന്നു. അപ്പോൾ അറിയാലോ ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ ബൈ.